عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت رواه الإمام البخاري رحمه الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദി യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കുന്ന ദിക്ർ ചെയ്യുന്ന ഒരാളുടെ ഉപമ, വല്ലദി ലാ യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ ഓർക്കാത്ത ഒരാളും, അവർ തമ്മിലുള്ള വ്യത്യാസം മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ചുപോയ ഒരു മയ്യിത്തും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ദിക്ർ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, അതുപോലെ ആ ദിക്റിൽ നിന്ന് അശ്രദ്ധനായി ഗഫ്ലത്തിൽ നടക്കുന്ന ഒരാളുടെ അവസ്ഥയും ഈ ഹദീസ് നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ജീവനുള്ള ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും ഈ രണ്ടാളുകൾ തമ്മിൽ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ആളും മരിച്ചയാളും എന്ന് പറഞ്ഞത്? ഉലമാക്കൾ പറയുന്നത്, ഒരു മനുഷ്യന്റെ ഖൽബിന് ജീവൻ കൊടുക്കുന്ന കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ശരീരത്തിന് ഭക്ഷണം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ആത്മാവിന്, റൂഹിന് ദിക്ർ എന്ന് പറയുന്നത്. ഭക്ഷണം കുറഞ്ഞു പോയാൽ ശരീരം ക്ഷയിക്കും, അങ്ങനെ അവസാനം മരിച്ചു പോകും. അതുപോലെ നമ്മുടെ റൂഹ്, ഖൽബ്, ദിക്ർ എന്ന ഈ ഭക്ഷണം കുറഞ്ഞു പോയാൽ പതുക്കെ ക്ഷയിക്കുകയും മരിച്ചു പോവുകയും ചെയ്യും. ശരീരത്തിന്റെ മരണം എന്താണ് എന്ന് നമുക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് പിന്നെ ഒരു പ്രയോജനവുമില്ല. ജീവനുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് മരിച്ചുപോയ കൽബിന്റെ അവസ്ഥ. കൽബ് മരിച്ചുപോയാൽ കൽബ് കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കാതെയാകും. എന്താണ് കൽബ് കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള ആദരവ്, തഅളീം, അതുപോലെ ഇബാദത്തുകളിലുള്ള ഭയഭക്തി, ഖുശൂഅ്, മനസ്സാന്നിധ്യം, അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള പരസ്പര സ്നേഹം, മുഅ്മിനീങ്ങളോടുള്ള വലാ, ഇതൊക്കെ കൽബ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇല്ലാതായി പോകും. ഒരു തെറ്റ് കണ്ടാൽ അതിനോടുള്ള വെറുപ്പ്, അള്ളാഹുവിന്റെ ഹുറുമാത്ത്, അവൻ പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഗൈറത്ത്, ഇതുപോലെ കൽബ് കൊണ്ട് ചെയ്യേണ്ട അമലുകളൊക്കെ ദുർബലമായി പോകും, അവസാനം തീരെ ഇല്ലാതായി പോകും. അതുകൊണ്ട് അതിനുള്ള പരിഹാരം, ഈ അസുഖങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇബാദത്തുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, ശരീരം അവിടെയുണ്ട്, കൽബില്ല, നമസ്കാരം എത്ര റക്അത്തായി എന്ന് ഓർമ്മ പോലുമില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ, അതുപോലെ നന്മകളോട് മനസ്സിൽ ഇഷ്ടമില്ല, തിന്മകളോട് വെറുപ്പ് തോന്നുന്നില്ല, തിന്മ കാണുമ്പോൾ ഒരു ആത്മരോഷം, ഗൈറത്ത് നമുക്ക് അനുഭവപ്പെടുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ കൽബിന്റെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അത് തിരിച്ചുപിടിക്കാനുള്ള മാർഗം എന്താ? അല്ലദീ യദ്കുറു റബ്ബഹു, ദിക്ർ ചെയ്യുന്നയാൾ ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. അള്ളാഹുവിനുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക. നമ്മുടെ നാവ് കൊണ്ടായാലും കൽബ് കൊണ്ടായാലും, നാവ് കൊണ്ടുള്ള ദിക്റിനും ഈ ഫലമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതിന്റെ അളവ് കുറവാണെങ്കിൽ, മനസ്സിൽ പൂർണ്ണമായ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നാവ് കൊണ്ട് പരമാവധി ദിക്ർ വർദ്ധിപ്പിക്കുക. മനസ്സ് അറിഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുന്നത്, അതാണ് ഏറ്റവും ഉത്തമം. അതിന് പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ പോലും അവന്റെ ദിക്ർ മുറുകെ പിടിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ, അഥവാ യുദ്ധമുഖത്ത് ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, ഫസ്ബുതു, ഉറച്ചു നിൽക്കുക, വദ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊള്ളുക. അങ്ങേയറ്റത്തെ പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞ മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ പോലും ദിക്ർ വർദ്ധിപ്പിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമുക്ക് വലിയ അവസരമാണ്. മറ്റു മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം വർദ്ധിക്കുന്ന, ഇരട്ടിയാക്കുന്ന സന്ദർഭമാണ് റമദാൻ. അതുകൊണ്ട് ഈ സമയത്ത്, റമദാനിൽ നോമ്പുകാരായിരിക്കുന്ന സമയത്ത് പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പുകാരൻ അഅ്ളമുഹും ലില്ലാഹി ദിക്റാൻ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആ ദിവസം ഓർക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ നോമ്പിന്റെ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ദിക്റാണ് അത്താഴം കഴിക്കുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. നോമ്പിനായാലും അല്ലാത്ത കാലത്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സ്വർഗാവകാശികളുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, ഫജ്റിന് മുമ്പുള്ള സമയത്ത്, രാത്രിയുടെ അവസാനത്തെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. അപ്പൊ നോമ്പിൽ നമുക്ക് അതിനൊരു അവസരമുണ്ട്. ഏതായാലും നമ്മൾ ഉണരുന്ന സമയമാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് ഒഴിഞ്ഞിരിക്കണമെന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും അതിനുവേണ്ടി ഒരുങ്ങുമ്പോഴും അത് കഴിഞ്ഞിട്ടുമൊക്കെയുള്ള സമയത്ത് അനാവശ്യമായ ചിന്തകളും സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കി നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ
അത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ആ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله رب العالمين.